ചേട്ടനെ കാണുന്നേ? ആ വീട്ടിൽ കയറി ടെസ്സി തട്ടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കൂ, തന്റെ ചേട്ടന്. അതെ, ഞാൻ തന്നെയാ അത് ചെയ്യിപ്പിച്ചത്. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോന്ന? എന്ത് ചെയ്യണം? പോയി പനക്കൽദാസിനെ കൊന്നിട്ട് വരണോ? വരാം. അത് എന്റെ ആവശ്യമല്ലേ, നിന്റെ ആവശ്യമല്ലല്ലോ. പിന്നെന്താ വേണ്ടത്? ഇവളെ എന്റെ അനിയത്തിയെ നീ എനിക്ക് തിരിച്ചു താ. നിന്റെ കുട്ടിയെ ഞാനും തിരിച്ചു തരും. ആര് പിടിച്ചു വെച്ചിരിക്കണോ നിങ്ങളുടെ അനിയത്തിയെ? എന്നാ എടുത്തോ, എന്നിട്ട് എന്റെ ടെസ്സി എനിക്ക് വിട്ടുതാ. അതങ്ങനെ അത്ര പെട്ടെന്ന് പറ്റില്ല. നന്ദന ബാംഗ്ലൂർക്ക് തിരികെ തിരിക്കണം. നന്ദകുമാറുമായുള്ള വിവാഹവും നടന്നിരിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ നീ നിന്റെ ടെസ്സിയെ കാണുന്നത്. എന്നോടൊപ്പം ഏത് അറ്റം വേണേലും വരാന്ന് പറഞ്ഞാണ് ഇവൾ. അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കും ഞാൻ ഇവളെ. ആയിക്കോ, അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് ഇവളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നീ. ഇനി അവന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുത്താൽ എന്താ, കൊടുത്തില്ല എന്താ? ഇഷ്ടം പോലെ ചെയ്തോ. ഞാൻ ചെയ്യും. വാ എന്റെ കൂടെ. പക്ഷെ ഒന്ന് ഓർത്തോ, ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ ടെസ്സിയെ കാണില്ല. വേണ്ട, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു വഴക്കും വേണ്ട. ഞാൻ പോയേക്ക ഉടനെ ഇവിടെ ഉള്ളതെല്ലാം വിട്ടിട്ട് മറന്നിട്ട്. പക്ഷെ ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്ന ആ നിമിഷം ടെസ്സിയെ തിരിച്ചു കൊടുക്കാന്ന് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഇനി ഇവരുമായി ഒരു കോണ്ടാക്ട് വെക്കില്ലല്ലോ? ഇല്ല. ശരി, നീ അവിടെ എത്തുമ്പോ കുട്ടിയെ ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. പോകാ ഞാൻ ഉടനെ. നന്ദു നിന്നേ. നന്ദു ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിമിഷം പോലും സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ കൊല്ലാനൊന്നുമില്ല, വർത്തമാനം പറയാനാ. വർത്തമാനം പറയാൻ വാ ഇങ്ങട്. എല്ലാം കഴിയുന്നവരോട് ഉണ്ടാവണം. എന്താ നടക്കാൻ പോകുന്നതെന്ന് കാണുകയും വേണം. എന്നെയും ടെസ്സിയും വിട്ടിട്ട് ഇത്രയും പെട്ടെന്ന് പോകാൻ ഒരുങ്ങുന്നു ഞാൻ കരുതിയില്ല. അങ്ങനെ പോയാ എന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റും. ഞാൻ നിസ്സഹായനായി പോവും. എന്തായി പറയണേ? പനക്കൽദാസിന് പോലീസിനെ ഉപയോഗിച്ചോ അല്ലാതെയോ ഏത് നിമിഷവും എവിടുന്നും ടെസ്സിയെ കൈക്കലാക്കാമായിരുന്നു. അതിനൊരു അവസരം കൊടുക്കരുതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നന്ദനയുടെ ചേട്ടനിലൂടെ ടെസ്സിയെ തട്ടിയെടുപ്പിച്ചത് ഞാനാ. ആ ചേട്ടനതറിയില്ല. എന്നിട്ട് ടെസ്സി എവിടെ? കാണിക്കാം, രഹസ്യമായിട്ട്, ഇന്ന് തന്നെ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഒളിച്ചുകൂടുന്ന അനിയത്തേക്കാൾ വാശിക്കാരിയായ അനിയത്തിയോടാ ആ ചേട്ടന് കൂടുതൽ ഇഷ്ടം. ചെന്ന് ശല്യപ്പെടുത്ത്. ടെസ്സിയെ തിരികെ കൊടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂന്ന് വാശി പിടിക്കുക. ചെല്ല്, ഞാൻ എൻ്റെ വഴിയെ. ടെസ്സിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓർഫനേജിലാ. കുട്ടിയെ തട്ടിയെടുത്താൽ മോസിന് ഏത് തൊഴുത്തിലും കൊണ്ട് കെട്ടാനാവുമെന്ന് സുമേഷ് സാറിന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് കുന്നുമ്മൽ ശങ്കരനാ. വേലക്കാരുടെ സഹായത്തോടെ ആ വീട്ടിൽ കയറി ചെന്ന് ടെസ്സിയെ തട്ടിയെടുത്തതും അവൻ തന്നെയാ. അവൻ അച്ഛന്മാരുടെ സപ്പോർട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഒരാളുണ്ട്. ആര്? മോസ്. മോസിനറിയാം ഓർഫനേജിൽ കയറി ആർക്കും ടെസ്സിയെ ഒന്നും ചെയ്യാനാവില്ലെന്ന്. ഒരു രൂപത ഇളകും, ഒരു സഭ തന്നെ ഇളകും. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. എന്ത്? കുട്ടിയെ ഇങ്ങോട്ട് കള്ളക്കടത്ത് ചെയ്യാൻ. ജീവിതകാലം മുഴുവൻ സുഖിക്കാനുള്ള കാശ് എനിക്ക് വേണം. എത്ര? സംഖ്യയും കണക്കൊന്നും എനിക്കറിയില്ല. ഒരു പെട്ടി മുഴുവൻ നോട്ടുകെട്ടുകൾ കണ്ട് എന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോണം. പെട്ടി എന്റെ കയ്യിൽ വരുമ്പോ കുട്ടി നിങ്ങളുടെ കയ്യിൽ. എങ്ങനെയാ താൻ അവളെ അവിടെ ഒന്നും കടത്തുക? ഓർഫനേജിലെ പെട്ടി ഓട്ടോയിൽ ഉറക്കി കിടത്തി. കുട്ടി എവിടെ വെച്ച് കൈമാറും? ഇവിടെ വെച്ച്. നിർത്തി. വല്ലാണ്ട് പേടിച്ചു പോയായിരുന്നു ഞാൻ. ടെസ്സിയോ? ഞാൻ പേടിച്ചില്ല. എന്നോട് മോസ് എല്ലാം പറഞ്ഞിരുന്നു. കള്ളി. എന്നിട്ടെന്തേ എന്നോടൊന്നും പറഞ്ഞില്ല? നന്ദു ഇതിനൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ടെസ്സിക്ക് ഇവിടെ സുഖാണോ? എവിടെയാ കിടന്നേ? ഇവിടെ ഒരു ഹാളില് കൊറേ കുട്ടികളായിട്ട്. അപ്പൊ ടെസ്സിയുടെ ഒറ്റയ്ക്കല്ല അല്ലേ? നാളെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്തേ?
നാളെ എന്നെ കൊണ്ടുപോകും. എങ്ങോട്ട്? പനക്കൽ ദാസിനടുത്തേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്തായി കാട്ടിക്കൂട്ടുന്നേ? ആ കൊലക്കളത്തിലേക്ക് ഇവളെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങള്? നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ അവിടെ എത്തിയേ പറ്റൂ. ആരെങ്കിലും അവൻ തട്ടിയെടുക്കണം. അത് ടെസ്സിയായിരിക്കണം. ഇല്ല, ഇവളെ ഞാൻ എങ്ങോട്ടും വിട്ടു തരില്ല. എങ്ങോട്ടും ഒരിക്കലും. വാ, പറ, എന്നോട് പറ, എന്താ ചെയ്യാൻ പോകുന്നേ? വാ. എന്തിനാ എന്റെ വഴിയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത്? എനിക്കറിയണം എന്തിനാ ടെസ്സി അങ്ങോട്ട് അയക്കാൻ പോകുന്നത്. ഇയാൾക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി ആ പാവത്തിന് ഇതിലേക്കൊന്നും വലിച്ചഴിക്കണ്ട. അവൾ ഒരു രാത്രി കൈവിട്ടു പോയപ്പോ അനുഭവിച്ചത് എനിക്കല്ലേ അറിയൂ. പ്ലീസ്, വേണ്ട. ഇയാൾക്ക് വേണ്ടിയാന്ന് ഞാൻ പറഞ്ഞത്. ഇയാളെ എനിക്കും ടെസ്സിക്കും കിട്ടാൻ വേണ്ടിയാന്നാ. അന്ന് ടെസ്സിയോട് പറഞ്ഞില്ലേ, ആ നന്ദകുമാറിനേക്കാളും എനിക്കിഷ്ടം ടെസ്സിയുടെ മോശനോടാന്ന്. അപ്പ കണ്ണീരിനിടയിലൂടെ അവളുടെ മുഖത്ത് വന്ന ചിരി കണ്ടായിരുന്നു. ആ ഉള്ളിലെ സന്തോഷം അറിഞ്ഞായിരുന്നു. ഇയാൾ എനിക്ക് വേണം. എന്റെ ടെസ്സിക്ക് അവളുടെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. എന്നെ ടെസ്സി എന്തെങ്കിലും ചെയ്താൽ പിന്നെ ദാസിനൊരു പിടിവള്ളിയില്ലാതായി പോകും. ഞങ്ങളുടെ അയാൾക്ക് വേണ്ടത് തന്നെയാ. തന്നെ കൊണ്ടുപോകും ഞാനവിടെ. ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എവിടെ വേണേലും വന്നോളാം ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. താൻ ആഗ്രഹിക്കുന്ന ആ ചേട്ടനെ ഞാൻ തന്നിരിക്കും. മോസിന്റെ കൂടെ നടന്ന് ഏതൊക്കെ അബദ്ധത്തിലാ ചെന്ന് ചാടാൻ പോകുന്നു. ആകെ ഒരു അങ്കലാപ്പ്. എല്ലാം നല്ലതിനു വേണ്ടി ലച്ചോ. ഗോഡ് ബ്ലസ്. എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാനും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. അപ്പൊ അച്ഛനുണ്ടോ ജോലി? അതെന്താ? പനക്കൽ ദാസിന്റെ അടുത്ത് നന്ദനെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഞാനാ.